പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഈ ആഴ്ചയിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിങ്ങളോടുകൂടെ പങ്കിടുവാനായിട്ട് ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനുള്ള അവസരം കർത്താവ് തന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചത്തെ സന്ദേശം നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും, വെള്ളിയാഴ്ചത്തെ ലഭിക്കുന്നത് ശനിയാഴ്ചയായിരിക്കും. എനിവേ, ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയൊരു ആയുസ്സിൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, വീണ്ടും ജനിച്ച എല്ലാ നിത്യതയുടെ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. കാരണം നമ്മളെ കർത്താവ് തന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചതെന്നുള്ള കാര്യം മറക്കരുത്. നമ്മളെല്ലാവരും കർത്താവിനോട് കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ലേ നമ്മൾ യോഹന്നാൻ 14:3 വായിക്കുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടേക്കാം, മരണം വഴിയായി. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നതെല്ലാം നമ്മുടെ ഈ തലമുറ കർത്താവിൻ്റെ വരവിൽ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടാനുള്ള തലമുറയാണെന്ന് തന്നെ. വലിയ താമസമില്ലാതെ നമ്മൾ ഇന്ന് ചിലപ്പോൾ കടന്നു വന്നു വരാം. നമ്മൾ ആ ഒരു വിചാരത്തിനും ആഗ്രഹത്തിനും ഒരുങ്ങി കഴിയേണ്ടവരാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എബ്രായർ 9:27 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും. അപ്പം ഈ മരണാനന്തരം പിന്നെ നടക്കുന്ന എന്താ അറിയോ? ന്യായവിധിയാണ്. അപ്പം ഈ ന്യായവിധിയിൽ നമുക്കറിയാം, 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നുണ്ട്, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും ചെയ്തതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഇത് പൗലോസ്ലീഹ പറയുമ്പോൾ പൗലോസ്ലീഹയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിശുദ്ധന്മാരും ഒരിക്കൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ നേടിയതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുമോ? അല്ലേ? അനേകരും ക്രിസ്തുവിലായിട്ടും അവരുടെ ലക്ഷ്യം മുഴുവനും ലോകമാണ്, ഭൗതിക നന്മകൾ. എന്നാൽ നാം ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ നമുക്ക് ആ നിത്യതയുടെ ദർശനം വളരെ അനിവാര്യമായ കാര്യമാണ്. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ഓടുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ഇന്ന് അനേകർക്കും നിത്യതയെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് തന്നെയുള്ളവർ വളരെ കുറവാണ്. എന്നാൽ തിരുവചനത്തിലൂടെ നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കർത്താവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനും അത് തന്നെ ചിന്തിക്കാനുമാണ് കൊളോസ്യർ 3:1-2 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥമായി ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇത് അനേക വിശുദ്ധന്മാരും മുഴുവൻ ദിവസവും അധ്വാനം ചെയ്യുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തെ നേടാൻ വേണ്ടിയല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണേ, നമ്മൾ വെളിപ്പാട് പുസ്തകം 14:13 ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർ ഭാഗ്യവാന്മാരാണ്, അവരുടെ പരിശ്രമങ്ങളിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാവുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിൻപറ്റുന്ന, അവർ ചെയ്ത കാര്യങ്ങൾ നോക്കണം. നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പിൻപറ്റും, അതവിടെ എത്തും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരം ഉണ്ടായിരുന്നു അത് നമ്മൾ അറിയണം. ഈ പ്രവൃത്തികളെല്ലാം ന്യായം വിധിക്കാൻ പോകുകയാണ്. അപ്പോൾ ന്യായാസനത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ന്യായാളികളാണോ ഇല്ലയോ എന്ന് അറിയാൻ പോകുന്നത്. ഇവിടെ വെച്ചല്ല, ന്യായാസനത്തിൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ ഈ ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 3 അതിൽ 10 മുതൽ 15 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 3 10 മുതൽ 15 വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കളുടെ. അത് ശ്രദ്ധിക്കണേ, താൻ എങ്ങനെ പണിയുന്നു. അപ്പം നമ്മുടെ പണി എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയെങ്കിലും പണിയരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലയുള്ള പണിയായിരിക്കണം. ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. നാം എങ്ങനെ പണിയുന്നുവെന്ന് നമുക്കറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ ഏഷ്യാഡിൽ ഷൈനി എബ്രഹാം ഓടി ആദ്യമെത്തി. അവൾ വളരെ സന്തോഷിച്ചു. പക്ഷേ പേര് വിളിച്ചപ്പോൾ അവളുടെ പേരില്ല, ഫസ്റ്റും ഇല്ല, സെക്കൻഡും ഇല്ല, തേർഡും ഇല്ല. എങ്ങനെയെങ്കിലുള്ള പണിയാകരുത് പ്രിയമുള്ളവരെ. നമ്മൾ അധ്വാനിച്ചു, കഠിനാധ്വാനം ചെയ്തു, അവസാനം ഒന്നും ലഭിച്ചില്ല എന്ന് വരുമ്പോൾ എത്ര വേദനാജനകമായിരിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ.
അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഓരോരുത്തരും ആ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാണ്, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണേ. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സകല പണികളും തീ കൊണ്ട് ശോധന ചെയ്യപ്പെടും. അപ്പോൾ ആ നാളിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മൾ ഓരോന്നും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ചെലവിടുന്നത്, പ്രവർത്തിക്കുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നത്, ഭാവിക്കുന്നത് എല്ലാം അങ്ങനെയല്ലേ? നമ്മുടെ വാക്കുകൾക്ക് പോലും മറ്റുള്ളവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കാതെ ആത്മീയ ഉന്നതി വരുത്തുന്ന വാക്കുകളല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് മത്തായി 12:36 വായിച്ചിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ വാക്കുകൾക്ക് നമുക്ക് ന്യായവിധി ദിവസം കണക്ക് കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ 1 Corinthians 4:5 ആ വിചാരങ്ങളെ ദൈവം ന്യായം വിധിക്കും. റോമർ 2:16 നമ്മുടെ രഹസ്യങ്ങളെ ദൈവം ന്യായം വിധിക്കും. അപ്പം നമ്മുടെ ചിന്തയിലോ, നമ്മുടെ നോട്ടത്തിലോ, നമ്മുടെ വിചാരങ്ങളിലോ, നമ്മുടെ വാക്കുകളിലോ, നമ്മുടെ പ്രവൃത്തിയിലോ വന്നിട്ടുള്ള സകലവും ന്യായവിധി ദിവസം കർത്താവ് ന്യായം വിധിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണോ നമ്മൾ ഈ ചെറിയൊരു ആയുസ് ജീവിക്കുന്നത്? എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മളെ ബോധവാന്മാരാക്കും. അത് നമ്മുടെ സകല സത്യത്തിലും വഴി നടത്തും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം നമ്മൾ അത് തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് പറയുന്നത്, പിന്നെ മനുഷ്യർ കാണേണ്ടതിന് 6:1 മുതൽ 4 വരെയുള്ള വാക്യം, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ മക്കൾ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ വിശ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രതിഫലം, ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തികൾ നാം ചെയ്യണം. എന്നാൽ പലപ്പോഴും പലരും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ആരെങ്കിലും ഒന്ന് സഹായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 100 പേർ അറിയണമെന്നുള്ള ചിന്താഗതിക്കാരും അവരാൽ മാനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ പ്രിയമുള്ളവരെ, അവർക്ക് ഇവിടെ പ്രതിഫലം കിട്ടിപ്പോയി, നിത്യത്തിൽ പ്രതിഫലമില്ല, അവരുടെ ആ പ്രവൃത്തിയെല്ലാം കത്തിപ്പോവും. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് എന്തുവാ? അതിൻ്റെ 5 മുതൽ 8 വരെയും നിങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൗടവ്യക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ അവിടെയും പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? രഹസ്യത്തിലായിരിക്കണം. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ആരും പാടില്ല. നമുക്കറിയത്തില്ലേ, ഇന്ന് ചിലരൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ഒരു വലിയ പ്രസംഗമായിട്ടൊക്കെ നീണ്ടു പോവുക. പിന്നെ പ്രാർത്ഥനയിൽ കുറച്ച് വൈബ്രേഷനൊക്കെ ഇടുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവരൊക്കെ ഒന്ന് കരയും. മറ്റുള്ളവരെ ഒന്ന് കരയിക്കുവാൻ, അവരുടെ മനസ്സലിയുവാൻ
തന്നെ ഒരു പ്രാർത്ഥനാ വീരനായി കാണിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്നും പ്രശംസ പറ്റുവാൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന, മറ്റുള്ളവരുടെ മുമ്പിൽ താനൊരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പ്രശംസ പ്രാപിക്കുവാനോ ഉള്ള പ്രാർത്ഥന, പ്രിയമുള്ളവരെ, അവർക്കും ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രതിഫലം കിട്ടിപ്പോയി. നിത്യതയിൽ അവർക്ക് പ്രതിഫലമില്ല. അതേപോലെ തന്നെ ഉപവാസത്തെക്കുറിച്ചും അതിൻ്റെ 16 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കേട്ടോ, ഇതൊക്കെ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. അല്ല, ഇന്ന് അനേകർക്കും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാനുള്ള അങ്ങനെ ഒരു ഉത്സാഹം പോലും ഇല്ല. പലരും പഠിപ്പിക്കുന്നതൊന്നും കൊടുക്കണ്ട. അത് ശരിയല്ല, കർത്താവിന് നീ കൊടുത്തിട്ടൊന്നുമല്ല കർത്താവ് ജീവിക്കുന്നത്. അങ്ങനെയാണോ? എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നാം ചെലവിടണം. പ്രിയമുള്ളവരെ, മക്കതോന്യ സഭയെക്കുറിച്ചൊക്കെ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ച് ശ്രദ്ധിക്കണം. അവരുടെ കഷ്ടതയുടെ ആധിക്യത്തിൽ, ദാരിദ്ര്യത്തിലും കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ അവർ മുമ്പന്മാരായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അത് പറ്റും. ഈ ഒരു കാഴ്ചപ്പാടൊന്നും പലർക്കും ഇല്ല. അപ്പം ഇതൊന്നും പഴയ നിയമത്തിലെ പോലെ ദശാംശ സംബന്ധമായ കാര്യങ്ങളല്ല. അതിനേക്കാളൊക്കെ പഴയ നിയമത്തിൽ അവർ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അതിനേക്കാളൊക്കെ എത്രയധികം കൊടുക്കാൻ കടപ്പെട്ടവരാ. ചിലരൊക്കെ അതും പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വകയായി തീർന്നിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെ കർത്താവിനെ സേവിക്കാൻ കടപ്പെട്ടവരാ? ഇന്ന് ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ശരീരം തീർന്നപ്പോൾ നമ്മുടെ ഈ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താനല്ലേ 1 കൊരിന്ത്യർ 6:19-20 പറയുന്നേ. നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലൂടെയും നമ്മുടെ കർത്താവ് മഹത്വം എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണം. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. ഇന്ന് അജ്ഞരെ പോലെ ചിലരൊക്കെ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള അജ്ഞതയിൽ നമ്മൾ വീണു പോകാനിടയാകരുതേ ദൈവമക്കളെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാ പ്രവൃത്തികളും മരണാനന്തരം നമ്മളോട് കൂടെ വരും. നമ്മുടെ വെളിപ്പാട് പുസ്തകം 14:13 വായിക്കുന്നുണ്ട്. എഴുതുക, ഇപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിൻപറ്റുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിൻപറ്റുന്നു. നമ്മുടെ പ്രവൃത്തികളെല്ലാം വരും. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? അന്ന് നമ്മുടെ പ്രവൃത്തികളെല്ലാം തീ കൊണ്ട് ശോധന ചെയ്യും. കർത്താവിൻ്റെ ന്യായാസനത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സകല പ്രവൃത്തികളും അവിടെ വെളിപ്പെടും. പ്രിയമുള്ളവരെ, എല്ലാ പ്രവൃത്തികളും, നമ്മൾ തിരുവചനത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വായിക്കുന്നത് 6 നിലയിലുള്ള വസ്തുക്കളെ കൊണ്ട് ഓരോ വിശുദ്ധന്മാരും പണിയുന്നതായിട്ടാണ് കാണുന്നത്. നോക്കണേ, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ ഇവിടെ പണിയുന്നത് എങ്ങനെയാ? 6 നിലയിലുള്ള വസ്തുക്കളെ കൊണ്ടാണ്. 1 സ്വർണം, 2 വെള്ളി, 3 വിലയേറിയ കല്ല്. ഈ 3 വസ്തുക്കളെ നമുക്കറിയാം, ഇത് മണ്ണിൽ മറഞ്ഞിരിക്കുന്നവയാണ്, മണ്ണിൽ മറഞ്ഞു കിടക്കുന്നവയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇതെന്താ പറയുന്നേ? ഇതിൻ്റെ ഒരു ആത്മീയ അർത്ഥം, നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ രഹസ്യത്തിലായിരിക്കണം. അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇതിന്, ഈ വസ്തുക്കൾക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ആത്മീയാർത്ഥം. സ്വർണം എപ്പോഴും ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. വെള്ളി എന്നുള്ളത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്. വിലയേറിയ കല്ല് വീണ്ടും ജനനത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ജനിച്ച, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ ഈശ്വരീയ സ്വഭാവത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തീയിലൂടെ കടന്നു പോകുമ്പോൾ നിലനിൽക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഓരോ വസ്തുക്കളും നമ്മുടെ ആത്മീയത്തോടുള്ള ബന്ധത്തിൽ വളരെ ആഴമായ അർത്ഥമുള്ളവയാണ്. സ്വർണം എന്തിനെ കാണിക്കുന്നു? ദിവ്യ സ്വഭാവം. നമ്മൾ 2 പത്രോസ് 1:4 വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറിക്കൊണ്ട്
കർത്താവ് ഈ ലോകത്ത് ജീവിച്ചതുപോലെ നമ്മൾ ആയിരിക്കണം. അങ്ങനെ നാം ആകുന്നു എന്നാണ് 1 യോഹന്നാൻ 4:17 ഈ പാട്ട് അവസാനം വായിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിലായിരുന്ന പോലെ നാം ഈ ലോകത്തിലായിരിക്കുന്നു. ഈ ഒരു സത്യമാണ് നമ്മുടെ ഓരോ പ്രവൃത്തികളിലും കർത്താവിൽ ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തി ജീവിക്കണം. ഞാനല്ല, നമുക്കറിയാമല്ലോ ഗലാത്യർ 2:20 പൗലോസ് പറയുന്ന സാക്ഷി എത്ര വിലപ്പെട്ടതാ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഈ കാര്യത്തിൽ നല്ല ബോധമാണ്. എന്താ ബോധം? എന്നെ സ്നേഹിച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. നോക്കണേ ദൈവമക്കളെ, നമ്മളോടുള്ള സ്നേഹ നിമിത്തമല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിർബന്ധിക്കപ്പെട്ടവരല്ലേ? നിർബന്ധിക്കപ്പെടേണ്ടതല്ലേ? നിർബന്ധിക്കപ്പെടണം നിശ്ചയമായിട്ടും ഈ അനുഭവമുള്ള ഒരു വ്യക്തിക്ക്. അത് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ക്രിസ്ത്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലേ നമ്മൾ 2 കൊരിന്ത്യർ 5:14-15 നിങ്ങൾക്ക് നല്ലോണം അറിയാമല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് നമ്മൾ മനസ്സിലാക്കണം. ആർക്ക് വേണ്ടിയാണ് ഒരു രക്ഷിക്കപ്പെട്ട പൈതൽ ജീവിക്കേണ്ടത്? നമുക്ക് വേണ്ടിയല്ല പ്രിയമുള്ളവരെ. നാം ഇനി നമുക്കുള്ളവരല്ല, നാം ക്രിസ്തുവിൻ്റെ വകയായി തീർന്നിരിക്കുന്നു. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതമാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ചു, അവിടെ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാവങ്ങളും ക്രൂശിൽ മരിച്ച ആ ചിത്രം, ആ ഒരു കാര്യം നമ്മൾ കണ്ടാൽ പിന്നെ നമുക്ക് ഇനിയും നമുക്കായിട്ട് ജീവിക്കാൻ കഴിയുമോ? യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവവേദന, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ മഹത്വമായിരിക്കും. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥമായും കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണോ? അങ്ങനെയല്ലെങ്കിൽ നമ്മൾ മരണാനന്തരം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം വെറും പൊള്ളയായിരുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു കഴമ്പില്ലായിരുന്നു. നമ്മുടെ ജീവിതം വെറും എന്താണ് ഒരു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിനയമായിരുന്നു. അത് വെളിപ്പെടും, നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ നമുക്ക് പ്രതിഫലം ലഭിക്കത്തക്ക നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം ഇന്ന് നമ്മൾ നയിക്കുന്നുണ്ടോ എന്നൊരു സ്വയശോധന നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം പറയുന്നത്? നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിയാണോ നമ്മുടെ ലക്ഷ്യം? അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികൾ അത് മനുഷ്യർ കാണാൻ വേണ്ടി ആകാൻ പാടില്ല, മനുഷ്യരുടെ പ്രശംസ ലഭിക്കാൻ വേണ്ടി ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രതിഫലം ലഭിച്ചതല്ലേ കർത്താവ് പറഞ്ഞത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ നമ്മളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ കാണിക്കാൻ വേണ്ടിയോ ആകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട്. അതുപോലെ നമ്മൾ ഉപവസിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ഉപവാസക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആൾക്കാരെ ചിലപ്പോൾ നമ്മളെ ഒരുപാട് അങ്ങ് താരിഫ് ചെയ്ത് വന്നേക്കാം, നമ്മളെ ഒരുപാട് പ്രശംസ വന്നേക്കാം. പക്ഷെ നിത്യതയിൽ നമുക്ക് ഒരു പ്രതിഫലവും ഇല്ലാത്തവരായി മാറും. കാരണം അതിൻ്റെയൊക്കെ പ്രതിഫലം ആൾക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ബഹുമാനവും ആദരവും അവരുടെ വലിയ പ്രശംസയൊക്കെ നമുക്ക് ലഭിക്കുന്നത് എത്ര ഭയങ്കര അല്ലേ! കർത്താവിൻ്റെ അളവുകോൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ആ വിധവ 2 കാശിട്ടു. വലിയ വലിയ ധനവാന്മാരൊക്കെ വലിയ എമൗണ്ട് ഇട്ടു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ ലൂക്കോസ് 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, ഞാനതെല്ലാം എടുത്ത് വായിക്കാത്തത് സമയം എടുക്കാൻ വേണ്ടിയിട്ടാണ്, സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ലക്ഷക്കണക്കിന് പണമിട്ടവരെ കുറിച്ച് കർത്താവ് പറയാണ്, അവരെല്ലാവരിലും അധികം ആ വിധവ ഇട്ടു. കാരണം അവളുടെ ഉപജീവനം കൂടെ അവൾ അർപ്പിച്ചു. നോക്കണേ, എത്ര വിലപ്പെട്ട കാര്യമാണ് ഇവരെ.
നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലായിക്കൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് സ്വർഗം തൂക്കും. നമ്മുടെ പ്രവർത്തികളെ ദൈവം തൂക്കി നോക്കുന്നു, നമ്മുടെ വിചാരങ്ങളെ ദൈവം തൂക്കുന്നു, നമ്മുടെ നടപ്പിനെ ദൈവം തൂക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ത്രാസിൽ നമ്മുടെ കാര്യങ്ങൾ എപ്രകാരമുണ്ട് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക. ഇന്ന് ആ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ പ്രാണനെ ഈ ലോക ജീവിതത്തിന് വേണ്ടി രക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി അവർ കളയുക. അപ്പം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെച്ച മണ്ടത്തരങ്ങളെയൊക്കെ അന്നേരം മനസ്സിലാകുന്നത്. എത്ര ഭയങ്കരമായിരിക്കും, എത്ര ദുഃഖകരമായിരിക്കും. നമ്മുടെ ഓട്ടം ഇന്ന് എങ്ങനെയുണ്ട്? വിജയം വരിപ്പാൻ തക്കവണ്ണമുള്ള ഓട്ടമാണോ? നമ്മൾ എങ്ങനെയുള്ള യുദ്ധമാണ് ചെയ്യുന്നത്? യഥാർത്ഥങ്ങളായിട്ടും നമുക്കൊരു വിജയാളികളായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാ നിലയിലും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. നമ്മൾ സംസാരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ആത്മീയ ഉന്നതി ലഭിക്കാൻ ഇടയാകണം. ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ടൊരു വ്യക്തി കണ്ടുമുട്ടുമ്പോൾ അവർക്ക് നമ്മിലൂടെ ക്രിസ്തുവിനെ ലഭിക്കാൻ ഇടയാകുന്നുണ്ടോ? ഇവിടെ പൗലോസ് പറയുകയാണ്, അവിടെ ന്യായാസനത്തിന് മുമ്പിൽ അനേകരുടെ കാര്യങ്ങൾ കത്തിപ്പോകും. നമുക്കറിയാം, ഇവിടെ സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലും തീയിലൂടെ കടന്നു പോകുമ്പോൾ അത് കത്തിപ്പോയല്ല, അത് നശിക്കത്തില്ല. അത് ഒന്നുകൂടെ വിലയുള്ളതായി പുറത്തു വരും. എന്നാൽ വേറെ 3 കൂട്ടം കാര്യങ്ങൾ എന്തുവാ? മരവും പുല്ലും വൈക്കോലും. മരം എന്ന് പറയുമ്പോൾ മാനുഷികമായ മനുഷ്യത്വത്തിൽ നമ്മൾ ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് തോന്നിയ നല്ല കാര്യങ്ങൾ ചെയ്തത്. മരം. പിന്നെ നമ്മളവിടെ വായിക്കുന്നത്, ഞാൻ ആ കാര്യം ഒന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പുല്ല് അവൻ ജഡീകതയിൽ ചെയ്തതാണ്. വൈക്കോൽ അത് ജീവനില്ലായ്മയെ കാണിക്കുന്നതാണ്. അപ്പോൾ പിന്നെ മരം എന്നുള്ളത് മനുഷ്യ സ്വഭാവത്തെ കാണിക്കുന്നു, പുല്ല് എന്നുള്ളത് ഒരു ജഡീകനാണെന്നുള്ളത് കാണിക്കുന്നു, പിന്നെ വൈക്കോൽ എന്നുള്ളത് ജീവനില്ലായ്മയെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവനായ ക്രിസ്തുവിലൂടെ അല്ല നമ്മൾ പ്രവർത്തിച്ച്, നമ്മുടേതായിരിക്കുന്ന ഇഷ്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നും പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. അതെല്ലാം എന്ത് സംഭവിക്കും? കത്തിപ്പോകും. കാര്യം നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തത്. അനേകരെ സഹായിച്ചു, അനേകർക്ക് വേണ്ടി വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ആത്മാവിനെ അനുസരിച്ചായിരുന്നില്ല, കർത്താവിൻ്റെ ഹിതമറിഞ്ഞായിരുന്നില്ല, ദൈവാത്മാവിനാലായിരുന്നില്ല, കർത്താവിൻ്റെ ജീവനിൽ ജീവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ സ്വന്തത്തിൽ നിന്നും ചെയ്തു, സ്വയത്തിന് വേണ്ടി ചെയ്തു, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ളയായിട്ട് തീരാൻ ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അവിടെ വായിക്കുന്നത് എല്ലാം കത്തിപ്പോവും. എന്നാൽ ആ വ്യക്തി നശിക്കുന്നില്ല, കാരണം അവൻ രക്ഷിക്കപ്പെട്ടവനാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ദിവസം വായിച്ചപ്പോഴത്തേക്കും എബ്രായ ലേഖനത്തിൽ നിന്നും നമ്മളൊരു വാക്യം പ്രത്യേകം എടുത്ത് വായിക്കുകയുണ്ടായി. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനോട് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നാശത്തിലേക്ക് പിന്മാറുക. ഈ നാശത്തിലേക്ക് പിന്മാറുന്നത് അത് ഒരു ഭയങ്കരമായ വിശ്വാസിയോടുള്ള ഒരു ഭയനിർദ്ദേശമാണ്. കാരണം സഹസ്രാബ്ദ രാജ്യത്തിൽ അവർക്ക് നഷ്ടം വരും. സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരും. നമ്മൾ ചിന്തിക്കണേ, സഹസ്രാബ്ദം അല്ലെ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പ്രതിഫലമാണ്. അത് അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചെറിയൊരായുസിൽ നമ്മൾ ചിന്തിക്കണം, ഓരോ ദിവസവും നമുക്ക് ശരിക്കും വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ?
എന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ, എന്നെ പഠിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പഠിക്കുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകരുവാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം എൻ്റെ കർത്താവാണോ? ഏത് നിലയിലും ജീവിച്ചാൽ പോരാ. നമ്മളെ തന്നെ, നമ്മുടെ ദേഹി ജീവനെ അപ്രിയമായി കണ്ടുകൊണ്ട് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ഇന്ന് അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിത്യതയുടെ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള ഒരു നല്ല ഉറപ്പ് നമുക്കുണ്ടോ? അല്ല, ഞാൻ ഇന്ന് മരണമടിയായി മാറ്റപ്പെട്ടാൽ ഞാൻ സ്വർഗത്തിൽ കർത്താവിനോട് കാണപ്പെടുമെന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിലാണ്. എഴുതപ്പെട്ട പൗലോസ് സഹിതം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ വെളിപ്പെടും. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈ ലോക ജീവിതം ഒരു ജയാളിയായി ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞോ? യഥാർത്ഥമായിട്ടും കർത്താവിന് ജീവിച്ച ഒരു ജീവിതമാണോ നമ്മൾ നയിച്ചത്? കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു ജീവിതമാണോ നമ്മൾ നയിച്ചത്? ലോകത്തിലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ലോകത്തിൽ നിന്നും പ്രശംസ പറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതെല്ലാം അന്ന് കത്തിയില്ലാതായി പോകും. എത്രയോ ബഹുമിടുക്കന്മാർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ കാണപ്പെടുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഈ ചെറിയൊരു ആയുസ് കഴിക്കണം എന്നുള്ളതിൻ്റെ ശക്തമായൊരു മുന്നറിയിപ്പാണ്. ഇത് നമ്മൾ നമ്മുടെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് കർത്താവിന് ജീവിക്കുമെന്ന് ഉറപ്പ് വരുത്തി. ഞാൻ പറഞ്ഞല്ലോ, ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ഇന്ന് ജീവിക്കുന്നു. അത് നമ്മൾ ഉറപ്പ് വരുത്തണ്ടേ. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കണ്ടേ? 1 യോഹന്നാൻ 4:17 അവസാനം വായിക്കുന്നുണ്ട്, അവനായിരുന്നതുപോലെ നാമും ഈ ലോകത്തിലായിരിക്കുന്നു. അപ്പോൾ അവനായിരുന്നതുപോലെ നാം ഈ ലോകത്തിലായിരിക്കുന്നു. മാത്രമല്ല, പിതാവ് പുത്രനെ അയച്ചതുപോലെ പുത്രൻ നമ്മളെ അയച്ചിരിക്കുന്നു. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ 17:18, 20:21. യോഹന്നാൻ 17:18, 20:21 കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിതാവ് പുത്രനെ അയച്ചത് പുത്രൻ്റെ ഹിതം ചെയ്യാൻ വേണ്ടിയല്ല, പിതാവിൻ്റെ ഹിതത്തിൽ നിൽക്കുവാനാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, യോഹന്നാൻ 6:38, ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടമല്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മുടെ ഇഷ്ടത്തിലാണോ അതോ ദൈവേഷ്ടത്തിലാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ തന്ന ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്നത് ഉണ്ടോ? അതാ യഥാർത്ഥമായ വിശ്വാസം. തിരുവെഴുത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അതിനെ അനുസരണമാക്കി മാറ്റണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഹബക്കൂക്ക് 2:4 വായിക്കുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അത് പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 1:17, ഗലാത്യ ലേഖനം അതിൻ്റെ 3:11, ഇബ്രായ ലേഖനം ഈ 10:38. അപ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാനതെല്ലാം എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നിങ്ങൾ പഠിക്കണം. നമ്മൾ വിശ്വാസത്താൽ, കാഴ്ചയല്ല, വിശ്വാസത്താൽ അത്രയും നാം ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 5:7 നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിശ്വാസം ഇവിടെ പൗലോസ് പറയുന്നു, ഇന്ന് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്നു. അതല്ലേ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം? ദൈവമക്കൾ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരേ ഒരു ആയുസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തത് മാത്രം എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കണം. 2 കൊരിന്ത്യർ 5:14-15 ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വ്യത്യസ്തമായി
അത് ധ്യാനിക്കേണ്ട വചനമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ നാം എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിക്കേണ്ടതിന്. നോക്കണം, ആ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കേണ്ടതിന്. നമ്മൾക്ക് ആ കർത്താവിന് വേണ്ടി തന്നെയാണോ ജീവിക്കുന്നത്? അതാണ് നമ്മൾ ഈ ചെറിയൊരായുസിൽ പഠിക്കേണ്ട ഒരു അധ്യായം. അത് കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് വിശ്വാസ ജീവിതം, വിശ്വാസത്തിൻ്റെ അനുസരണം. ഇന്ന് അനേകരും വിശ്വാസികളെന്ന് പറയുന്നെങ്കിലും അതിനൊരു അനുസരണമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കണം. ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം എല്ലാ വിശുദ്ധന്മാരും, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും നിൽക്കേണ്ടി വരും. അന്ന് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മൾ വളരെ ആത്മാവിൻ്റെ പ്രേരണയാൽ, ദൈവസ്നേഹത്താൽ നിർബന്ധിതരായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ഓർത്തിരിക്കത്തില്ല. അതൊക്കെ അന്നേരം നമ്മൾ മറക്കും. കാരണം അത് കർത്താവല്ലേ ചെയ്തത് നമ്മിലൂടെ. അതിനൊന്നും നമുക്ക് ഒരു കണക്കുമില്ല എന്ന് പലരും കണക്ക് വയ്ക്കും. കാരണം അവർ ചെയ്തതൊക്കെ ജഡത്തില്ല. അവർക്കെല്ലാം നല്ല ഓർമ്മയാണ്. ഒന്നിനും പ്രതിഫലം ഉണ്ടായില്ല കേട്ടോ. നിത്യതയിൽ നമുക്കൊന്നിനും പ്രതിഫലം ഉണ്ടായില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയാണ്, നമ്മെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും തീ കൊണ്ട് ശോധന ചെയ്യും. നിലനിൽക്കുന്നതിന് മാത്രം പ്രതിഫലം. നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈശ്വരീയ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം നിലനിൽക്കും. ബാക്കിയുള്ളതെല്ലാം മാനുഷികമായിരുന്നു, ജഡീകമായിരുന്നു, ജീവനില്ലാത്തതായിരുന്നു. എല്ലാം കത്തിപ്പോകും. അവൻ രക്ഷപ്പെടും. അപ്പം അങ്ങനെയുള്ളവരാണ് ഈ 1000 ആണ്ട് വാഴ്ച നഷ്ടപ്പെടുത്തുന്നത്. അവർ നിശ്ചയമായും സ്വർഗത്തിലെത്തും. പക്ഷെ അവർക്ക് 1000 ആണ്ട് വാഴ്ചയില്ല. അതെന്തൊരു ദുഃഖകരമായ അനുഭവമാണെന്നറിയാമോ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നഷ്ടം ദൈവമക്കൾക്ക് ഉണ്ടാകരുത്. നമ്മുടെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിത്യതയിൽ കർത്താവിനോടുകൂടെ നിത്യസന്തോഷത്തിൽ ആ 1000 ആണ്ട് വാഴ്ചയിലും കർത്താവിനോടുകൂടെ വാഴുന്നവരായി, ദൈവത്തിൽ നിന്നും അധികാരങ്ങൾ പ്രാപിച്ചവരായി, ജയാളികളായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ വചനം കേട്ട എല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ. ജയാളികളായി തീരുവാൻ കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.